നമസ്തേ, എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള ഹിന്ദി പ്രചാര സഭ നടത്തിയ രാഷ്ട്രഭാഷ ഹിന്ദി ഫസ്റ്റ് പേപ്പർ 2023 ഫെബ്രുവരി ചോദ്യപേപ്പറാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതിനോടൊപ്പം തന്നെ പദ്യത്തിൽ വരുന്ന രാഹുൽ ജന്നി കവിതയെക്കുറിച്ചും വിശദീകരണങ്ങൾ നൽകുന്നതാണ്. അപ്പോൾ അടുത്ത മാസം 9-ാം തീയതിയാണ് പരീക്ഷ. അപ്പോൾ എല്ലാവരും പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു ചോദ്യപേപ്പർ മോഡൽ കൂടി നോക്കിയിട്ട് പോവുക. ആദ്യം ചോദിച്ചിരിക്കുന്നത് കബീറിൻ്റെയും സൂറിൻ്റെയും ദോഹകളാണ്. പിന്നെ വന്നിരിക്കുന്നത് രഹിം തുളസിദാസിൻ്റെത്. പിന്നെ വന്നിരിക്കുന്നത് ആധുനിക പദ്യങ്ങൾ. അപ്പോൾ പരീക്ഷയ്ക്ക് പ്രാചീന പദ്യവും ആധുനിക പദ്യങ്ങളും കാണും. 2 പ്രാചീന പദ്യവും 2 ആധുനിക പദ്യവും എഴുതുക. മൊത്തം 3 വേണം. 4 3 മതി. അപ്പോൾ ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ നിന്ന് മൊത്തം 3 എഴുതുക. 3 കൂടെ 5 മാർക്കാണ്. പിന്നെ തന്നിരിക്കുന്നത് ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് ഒരു കവിത കൊടുത്തിട്ടുണ്ട്. ആ പാരഗ്രാഫ് വായിച്ച് അതിൻ്റെ സിമ്പിൾ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും പിന്നെ കവിതയുടെ ആശയം എഴുതുക. പിന്നെ റോമിലിട്ട് 2 തന്നിരിക്കുന്നത് ടെസ്റ്റിൻ്റെ ആദ്യം കൊടുത്തിട്ടുള്ള ഗദ്യഭാഗത്തിലുള്ളതാണ്. അതിലുള്ള 6 ചാപ്റ്റർ പഠിക്കുക. അതിൽ നിന്ന് 4 ചാപ്റ്റർ വേണം പരീക്ഷയ്ക്ക് എഴുതേണ്ടത്. പിന്നെ വരുന്നത് റോമിലിറ്റർ 3 ആണ്. ജീവൻ വൃത്തിക്ക് യാഥാപ്പർ പ്രേംചന്ദ് पर അനുച്ഛേദ്. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഹരിശങ്കർ വർഷായി ബച്ചനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എഴുതാനാണ്. അപ്പോൾ ഈ പാരഗ്രാഫ് വായിച്ചിട്ട് സെൻറ്റൻസ് ആക്കി എഴുതുക, കവിയെക്കുറിച്ച് എഴുതുക. പിന്നെ വരുന്ന മാച്ച് ദ ഫോളോയിങ് ആണ്. നമ്മുടെ ഏകാംഗിയിൽ വരുന്ന പാഠങ്ങളാണ്. പൃഥ്വിരാജ് കി ചൗഹാൻ. പിന്നെ വരുന്നത് ഏകാംഗിയിൽ നിങ്ങൾ ടെസ്റ്റ് കാണും. പേജ് നമ്പർ 21 ആൻസർ ഉണ്ട്. യുഗ് കെ ഈസ, പൃഥ്വിരാജ് കി ആംഗി. അപ്പോൾ അങ്ങനെ വരുന്ന 2 ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അതിൽ കഥാവസ്തു ചോദിക്കും. അതിൽ തന്നെ സീമാരേഖയുണ്ട്. പിന്നെ വരുന്നത് രാഖി കാ മൂല്യം. അങ്ങനെ 4 ചാപ്റ്റർ വായിക്കുമ്പോൾ അതിൽ നിന്ന് മാച്ച് ദ ഫോളോയിങ് കിട്ടും. പിന്നെ വരുന്നത് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് എഴുതാനാണ്. അത് ചരിത്ര ചിത്രങ്ങൾ, മഹാത്മാഗാന്ധി, ഗോരി, കർമ്മവതി. പിന്നെ ഗ്രാമറാണ്. ഗ്രാമറൊക്കെ നമുക്ക് ദൂസരി പഠിച്ചിട്ടുള്ള അതേ ഗ്രാമർ തന്നെയാണ് വരുന്നത്. ലാസ്റ്റ് പേജ് ഫോട്ടോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ വരുന്നത് രാഹുൽ ജന്നിയുടെ കവിതയാണ്. നിങ്ങളുടെ ടെസ്റ്റിൽ 42-ാമത്തെ പേജിൽ ആ കവിത കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും 4 വരി തന്നിട്ട് അതിൻ്റെ ആശയം എഴുതാനായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് നിങ്ങളുടെ കയ്യിൽ രാഷ്ട്രത്തിൻ്റെ ചെറിയ ബുക്കുണ്ടല്ലോ, അതിൽ 17-ാമത്തെ പേജാണ് രാഹുൽ ജന്നി. അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ മകനാണ് രാഹുൽ. രാഹുൽ ഒരു ദിവസം അമ്മയോട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഉറങ്ങാൻ നേരമായപ്പോഴും കഥ പറയാൻ പറഞ്ഞു. അങ്ങനെ സിദ്ധാർത്ഥിൻ്റെ ഭാര്യ യശോധര രാഹുലിന് തൻ്റെ അച്ഛൻ്റെ തന്നെ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. രാഹുൽ ജന്നി യശോധര കാവ്യക ഏക് ഭാഗ് ഹെ. രാഹുൽ ജന്നി എന്നുള്ളത് യശോധര കാവ്യത്തിലെ ഒരു ഭാഗമാണ്. മാ പുത്ര രാഹുൽ കോ ഏക് കഹാനി സുനാ രഹി ഹെ. അമ്മ രാഹുലിന്, മകനായ രാഹുലിന് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. പുത്ര കെ ഹട്ട് സെ പ്രേരിത് ഹോക്കർ മാതാ രാഹുൽ കെ പിതാ കി ഹി കഹാനി ലഗ. അങ്ങനെ മകൻ ഷാഠ്യം പിടിച്ചപ്പോൾ അമ്മ എന്ത് ചെയ്തു? അച്ഛൻ്റെ തന്നെ ഒരു കഥ പറഞ്ഞു കൊടുത്തു. ജലദോഷമായിട്ട് മൂക്കടഞ്ഞിരിക്കുകയാണ്. സൗണ്ട് ക്ലിയർ ഉണ്ടോ എന്തോ. ഏക് ദിൻ പിതാ ഉപവൻ മേ ഭ്രമൺ കർ രഹേ തെ. ഒരിക്കൽ അച്ഛൻ ഉപവനത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. സബേരേക്ക സമയത്ത്, രാവിലത്തെ സമയം. സബ് കഹി സുഗന്ധി ഫൈലി ഹുയി തി. എല്ലായിടത്തും നല്ല സുഗന്ധമായ കാറ്റ് വീശുന്നു. അച്ഛൻ ഇങ്ങനെ ഉദ്യാനത്തിലൂടെ കാഴ്ച കണ്ട് പോവുകയായിരുന്നു. രംഗ് ബിരംഗെ ഫൂലോं से भरे हुए उस उपवन की सुंदरता को एक करुणा भरी घटना ने दुखी से भरा दिया. പല നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് നിറഞ്ഞ ആ ഉദ്യാനത്തിൻ്റെ മനോഹരമായ കാഴ്ചയിൽ ഒരു ദുഃഖകരമായ സംഭവം അവിടെ നടന്നു. ഘട്ടനാച്ച സംഭവം. ആകാശ സെ ഏക് ഹംസ് ഘായൽ ഹോക്കർ സിദ്ധാർത്ഥ് കെ ചരണോं पर आ गिरा. ആകാശത്തു നിന്ന് ഒരു അരയന് മുറിവേറ്റ് സിദ്ധാർത്ഥിൻ്റെ കാലുകളിൽ വീണു. സിദ്ധാർത്ഥിനെ പ്രേംപൂർവ്വ പക്ഷിക്കോ ഉഠായ. സിദ്ധാർത്ഥ് എന്ത് ചെയ്തു? സ്നേഹത്തോടെ ആ പക്ഷിയെ എടുത്തു. അവർ ഉസ്കി സേവാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? അതിനെ സേവിച്ചു, സഹായിച്ചു. ഇത്രയുമേ ഷിക്കാറിനെ ആക്കർ ഹംസക്കോ മാങ്ക. അപ്പോഴേക്കും വേട്ടക്കാരനായ ദേവദത്ത് എന്ത് ചെയ്തു? ഈ അരയനത്തെ ആവശ്യപ്പെട്ടു. അവിടെ ഷിക്കാർ വെച്ച വേട്ടക്കാരൻ.
സിദ്ധാർത്ഥ് ने विनय से इनकार किया. സിദ്ധാർത്ഥ് എന്ത് ചെയ്തു? വിനയത്തോട് അവനോട് അപേക്ഷിച്ചു. തബ് ദോനോ മേ വാദവിവാദ് ഹുവ. അങ്ങനെ രണ്ടുപേരും തമ്മിൽ തർക്കമായി. എന്തായിരുന്നു തർക്കം? സിദ്ധാർത്ഥ് പറഞ്ഞു ഞാനാണ് രക്ഷിച്ചത്, ദേവദത്ത് പറയുന്നത് ഞാനാണ് അതിനെ അമ്പേറ്റ് വീഴ്ത്തിയത്. അന്ന് ബാത്ത് ന്യായാലയത്തേക്ക് പहुंची. അവസാനം ഇതെന്ത് ചെയ്തു? കോടതിയിലേക്ക് എത്തി. കോടതി എന്ന് പറയുന്നത് അന്നൊക്കെ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലായിരിക്കും. അപ്പോൾ രാജാവായിരിക്കും എന്ത് ചോദ്യത്തിൻ്റെയും ആൻസർ തീരുമാനിക്കുന്നത്. कहानी समाप्त करके माता ने पुत्र से न्याय पक्ष का निर्णय करने को कहा. അങ്ങനെ കഥ ഇത്രയും ആയതിനു ശേഷം അമ്മ സിദ്ധാർത്ഥിനോട് പറഞ്ഞു, രാഹുലിനോട് പറഞ്ഞു ഏത് പക്ഷത്താണ് ന്യായം. കഹാനി സുന്നേവാല രാഹുൽ ജൽദി നിർണയ കർസക. അങ്ങനെ കഥ കേട്ട രാഹുലിന് പെട്ടെന്ന് മറുപടി പറയാൻ കഴിഞ്ഞു. माता ने बेटे को समझाया कि कोई निरपराधी की हत्या करे तो किसी दूसरे को उसकी രക്ഷ ക്യൂ ना करे. അപ്പോൾ കൊല്ലുന്നതിനേക്കാളും രക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. രക്ഷകോ ഭക്ഷയ്ക്ക് അപേക്ഷ അധികാർ ഹെ. രക്ഷകന് ഭക്ഷിക്കുന്നതിനേക്കാളും അധികാരമുണ്ട്. കൊല്ലുന്നതിന് രക്ഷിക്കുന്നതിനേക്കാളും അധികാരമുണ്ട്. ന്യായ് ഹമേഷ ദയാ കാ ദാനി ഹെ. ന്യായം ദയാണ്. इस प्रकार कहानी कहने वाला और सुनने वाला दोनों സന്തുഷ്ട ഹോക്കെ. ഇപ്രകാരം കഥ കേട്ടവനും കഥ പറഞ്ഞവർക്കും വളരെയധികം സന്തോഷം തോന്നി. അപ്പോൾ രാഹുൽ പറയാണ് അമ്മയെ കൊല്ലുന്നതിനേക്കാളും രക്ഷിക്കുന്നതിലേ നല്ലത് അച്ഛൻ ചെയ്തതാണ് ശരിയായ പ്രവൃത്തി. അപ്പോൾ ഇതായിരുന്നു രാഹുൽ ജന്നി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ രാഷ്ട്രഭാഷ ഹിന്ദി പരീക്ഷ അടുത്ത മാസം 9-ാം തീയതിയാണ്. അപ്പോൾ ഇതിൽ പല ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. രാവിലെ തുമ്മലായതിൻ്റെ സൗണ്ട് ഇത്തിരി അടഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ 2023-ൻ്റെ 24-ൻ്റെ 25-ൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തൊരു കണ്ടിട്ട് പോവുക. അപ്പോൾ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ. അപ്പോൾ ഇതാണ് മോഡലായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് ടെസ്റ്റിൽ നിങ്ങളുടെ ഓരോ ക്വസ്റ്റ്യൻ അടയാളപ്പെടുത്തി ആൻസറൊക്കെ പഠിച്ച് നന്നായിട്ട് പരീക്ഷ എഴുതുക. അപ്പോൾ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് ഇതൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നമസ്തേ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. ആർക്കെങ്കിലും 2 ദിവസത്തെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് നൽകുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നമസ്തേ.